ഞാൻ നേരെ 2 കോൾ വന്ന് നേരെ ഫോൺ വെച്ച് പോയി. ഞാൻ എനിക്കിപ്പോ എന്ത് വന്നാലും ഇപ്പൊ എന്താണെങ്കിലും ഫേസ് ചെയ്യാം. അപ്പൊ പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം കൂടും. അതാണ് ഞങ്ങളെ ഫസ്റ്റ് മീറ്റ് ചെയ്ത് ഞങ്ങളെ ഫസ്റ്റ് സ്ഥലം. ഒരു റോളർ കോസ്റ്റർ പോലെയായിരുന്നു ഗൈസ്. അങ്ങനെ ഈ കോളും മെസ്സേജും ഒക്കെ കുറച്ച് കഴിഞ്ഞപ്പോ കുറച്ച് കൂടുതലായി പോയി. ശകലം കൂടുതലായി പോയി. ഈ രാത്രിയാണ് ഞങ്ങൾ മെസ്സേജ് അയക്കുക, ടെക്സ്റ്റ് അയക്കുക. അങ്ങനെ ഓവർ കോൺഫിഡൻസിൽ ഞാൻ ഈ നമ്പർ ഡിലീറ്റ് ചെയ്യാതെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും റൂമിലത്തെ ലൈറ്റ് ഓഫ് ആക്കിയിരിക്കുന്നത് ഞാനിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ പാട്ട് കേൾക്കും. അപ്പം ഇങ്ങനെ പാട്ട് വെച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. കാക്ക അങ്ങോട്ട് നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, ഇങ്ങോട്ട് നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, വീണ്ടും അങ്ങോട്ട് കാക്ക കോളിൽ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്, പെട്ടുന്നുണ്ട് പ്രേതം പോലെ ഒരൊറ്റ വരുത്ത്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവളുണ്ട് ഫോണിലോട്ട് നോക്കി ചിരിക്കുന്നേ, ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക കുറെ നേരം. ഞാൻ വെറുതെ അങ്ങോട്ടും കൂടെ നടന്ന അതിൻ്റെ റാൻഡം ആയിട്ട് കണ്ട് ഞാൻ തമാശയിൽ വെറുതെ വന്നതാ, അവളെ ഇറക്കാൻ വേണ്ടിട്ട് വന്നതാ. അപ്പൊ ഞാൻ വന്നിട്ട് ഫോൺ ജസ്റ്റ് ഇങ്ങനെ വലിച്ച് ഫോൺ എന്താ നോക്കുന്ന വെച്ചാൽ അപ്പൊ ഇവിടെ അങ്ങോട്ട് ടെൻഷനായി, ഇവിടെ മുഖമൊക്കെ അവിടെ മാറി. അപ്പൊ ഞാൻ പിടിച്ചു വലിച്ച്, അപ്പൊ ഇവിടെയും പിടിച്ചു വലിച്ചു. ഞാൻ ഒറ്റ വലിക്കാൻ ഫോൺ ഇവിടെ വാങ്ങിച്ചു. അല്ല അത് വാങ്ങിച്ചു വന്നല്ല, ഞാൻ വിട്ടതാണ്. എന്തായാലും ഞാൻ വാങ്ങിച്ചു. ഞാൻ കുറച്ച് എനിക്കിങ്ങനെ കുറെ കള്ളത്തരം കൊണ്ടുകൊടുക്കാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാക്കി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പിടിച്ചോട്ടെ അങ്ങോട്ട്. ആ ഒരു രീതിയിൽ ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഫോൺ പൊട്ടിപ്പോവും. അപ്പോൾ കാക്ക പറഞ്ഞു ഫോൺ പൊട്ടിപ്പോയി, ഫോൺ വിടുകയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി പറയണ അറിയട്ടെ, മതി, ഇവിടെ വെച്ച് എല്ലാം തീരട്ടെ എന്നുള്ള ആ ഒരു ഇതിൽ എനിക്കിത് കൊണ്ടെടുക്കാൻ വയ്യ. അങ്ങനെ ഒറ്റ പരിക്ക് ഞാൻ ഫോൺ ഇവിടെ വാങ്ങിച്ചു. ഫോണ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് നോക്കി. മെസ്സേജ് എന്താന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ മെസ്സേജ് എനിക്ക് മനസ്സിലായി ഇവക്ക് എന്തോ റിലേഷൻ ഉണ്ട് എന്നുള്ളത്. ആരാന്നറിയില്ല, പക്ഷെ ഞാൻ ആകെ ടെൻഷനായി. അപ്പത്തെ എന്റെ അവസ്ഥ എന്താണെന്ന് അറിയാലോ. ഞാൻ ഭയങ്കര ടെൻഷനായി, കാരണം അങ്ങനത്തെ ഒരു ഷെയ്ഡും തരാറില്ല ഇവള്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞു ഞാനാണ് അവളെ സ്കൂൾ കൊണ്ടാക്കി കൊടുക്കുക പണ്ട്. അപ്പൊ പോണ സമയത്ത് പണ്ടല്ല, എൻ്റെ അടുത്ത് വണ്ടിക്ക് കൈ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ സ്കൂളിൽ കൊണ്ട് ഇറക്കി തരാറുണ്ട്. ഈ നേരത്തെ കാലത്ത് എനിക്ക് പോലല്ലോ, നേരെ വെയിറ്റല്ലേ പോവാ. എനിക്ക് എന്തോ ഒരു ടെൻഷനാണ്, കാരണം പഠിക്കുന്ന സ്കൂളൊന്നും എനിക്ക് അത്ര ഇഷ്ടമുള്ള സ്കൂളല്ല. അതുകൊണ്ട് എനിക്ക് ആ സ്കൂളിനെ പറ്റി നല്ല ധാരണ ഉണ്ട്. അപ്പൊ എനിക്ക് അത്ര ഓക്കെ അല്ലായിരുന്നു അവിടുത്തെ സറൗണ്ടിങ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും വേറെ ഒന്നിലേക്കും പോകരുത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്ക് ഓർമ്മയിലേ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറയായിരുന്നു വേറെ അങ്ങനത്തെ ഇതിലേക്കൊന്നും പോകരുത്, പഠിക്കുന്ന സമയമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ടായിരുന്നു. എനിക്കാണ് നല്ല വിശ്വാസമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് എന്റെ കയ്യിൽ പോയി, ഞാൻ കരഞ്ഞു. എന്നിട്ട് ഞാൻ ആ ഫോൺ എടുത്തിട്ട് എന്റെ ഫോണിൽ ഞാൻ ആ നമ്പർ അപ്പൊ തന്നെ ഡയൽ ചെയ്തിട്ട് അടിച്ചപ്പോ ജുനു. അപ്പൊ എന്റെ കാറ്റ് പിന്നെയും പോയി. വേറെ ആരും അല്ലല്ലേ ജുനു അല്ലേ എന്നൊക്കെ ചോദിച്ച് ജുൻകാരെ ഫോണിലേക്ക് ഡയൽ ചെയ്ത്. അപ്പൊ ജുൻകാർ കാര്യം മനസ്സിലായി, കാരണം എന്റെ റിപ്ലൈ ഇല്ല. അപ്പോഴാണ് ജുൻക എയറിലാവുന്നത്. അപ്പൊ കാക്കന്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെയൊക്കെ കുറെ സെന്റ് ഡയലോഗൊക്കെ അടിച്ച് ഞാൻ ഇരുന്ന് മൂങ്ങാണ് അവിടെ ഇരുന്നിട്ട്, പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്നാലും ഞാൻ ജുൻകാൻ അവിടെ സേഫ് ആക്കി. ഞാൻ പറഞ്ഞു ജുൻക അല്ല ഒന്നും ചെയ്തൊക്കെ ഞാനാ ചെയ്തത്, ഞാനാ അങ്ങോട്ട് പറഞ്ഞത്, ഞാനാ ഇഷ്ടമെന്ന് പറഞ്ഞത് ഒക്കെ ഞാൻ പറഞ്ഞു. കാരണം ജുൻകാക്കത് എനിക്ക് പേടിയാണ്, അത് അവിടെ എന്തെങ്കിലും വിഷയം വന്നാലോ അഥവാ തല്ല് കിട്ടിയാലോ. തല്ലൊന്നുമില്ല, എന്നാലും എനിക്കൊരു പേടി. അല്ല, എന്റെ ആ സമയത്തുള്ള മെയിൻ പ്രശ്നം എന്റെ ഫസ്റ്റ് എന്റെ മൈൻഡിലേക്ക് പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നാമത് ഇവളെ ഏജ് എനിക്കൊരു വലിയൊരു വിഷയമായിരുന്നു. പിന്നെ അതല്ലാതെ പിന്നെ ഇവനെ ഞാൻ പരിചയപ്പെട്ട സമയത്ത്, അതായത് അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ ഇവനെ പരിചയപ്പെട്ട സമയത്ത് ഇവനൊരു റിലേഷൻ ഉണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാനത് കൂടുതൽ ചകിയൊന്നുമില്ല, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ചോദിക്കുന്നില്ലല്ലോ. അപ്പം എന്റെ മൈൻഡിൽ ഇവനൊരു റിലേഷൻ ഉണ്ട് എന്നാണ്. ഇവന്റെ ഫ്രണ്ട്സ് സംസാരിക്കുന്ന സമയത്ത് ഇവനെന്തോ ബ്രേക്കപ്പോ എന്തോ സങ്കടം ഉണ്ടാവും. ആ സമയത്ത് ഇവൻ വണ്ടി എടുത്ത് എങ്ങോട്ടോ പോകുന്നൊക്കെ ഓന്റെ ഫ്രണ്ട്സും എൻ്റെ അടുത്ത് കുറെ തട്ടി വിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇവന് വേറെ റിലേഷൻ ഉണ്ട് എന്ന് എന്റെ മൈൻഡില്. അപ്പൊ എന്റെ ഏജും ഇവന് വേറെ റിലേഷൻ ഉണ്ട് എന്നുള്ളൊരു ഇതും എല്ലാം കൂടെ വന്ന സമയത്ത് ഇവൻ ഫ്ലേർട്ട് ചെയ്യാണോ എന്നാണ് ഫസ്റ്റ് എന്റെ മൈൻഡ് പോയത്. എനിക്കത്ര ഏജ് അല്ലേ ഉള്ളൂ, അപ്പൊ എനിക്ക് ഡിസിഷൻ മേക്കിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ ആ സമയത്ത് വിചാരിച്ചു. അപ്പോൾ ഇവൻ ഫ്ലേർട്ട് ചെയ്യാണോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ കൂടുതൽ അങ്ങനെ റിയാക്ട് ചെയ്തത്. അങ്ങനെ റിയാക്ട് ചെയ്ത്
ജുൻകാക്ക് കാര്യം മനസ്സിലായി, കാക്കനെ കോള് വന്നപ്പോ പിടിച്ചെന്നുള്ളത്. അങ്ങനെ ജുൻകാനെ പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ നേരെ 2 കോള് വന്ന് നേരെ ഫോൺ പോയി ഞാൻ വിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. പിന്നെ ജുൻകാന് യാതൊരു വിവരമില്ല. ഞാൻ വിളിച്ചിട്ടും ഇല്ല അല്ലേ, ഞാൻ വിളിച്ചില്ല, ഞാൻ ജുൻകാനെ വിളിച്ചില്ല. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് മെസ്സേജ് അയച്ച് രാവിലെ ഞാൻ ഉറങ്ങി രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ആകെ ഒന്നും മനസ്സിലാവുന്നില്ല, ഇന്നലെ എന്തൊക്കെ സംഭവിച്ചത്. കരഞ്ഞു കിടന്നുറങ്ങിപ്പോയതാണല്ലോ. ഞാൻ സത്യം ചെയ്ത് കൊടുത്ത് ഞാൻ ഇനി റിലേഷനിലേക്ക് പോകില്ല എന്നുള്ള കാര്യം ഞാൻ സത്യം ചെയ്ത് കൊടുത്ത്. അപ്പോൾ രാവിലെ ആയപ്പോൾ മൊത്തം ഇത്രയും കാലത്തെ ഈ സന്തോഷവും എന്തൊക്കെയോ ആ മെമ്മറീസ് ഒക്കെ പോയി. എനിക്ക് മനസ്സിലാവണില്ല എന്തൊക്കെ സംഭവിച്ചത്. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഇത് കാക്ക അറിഞ്ഞ് പ്രശ്നമായി. ജുൻകാനെ വിളിച്ച് ജുൻക ഫോൺ സ്വിച്ച് ഓഫ് ആക്കി. അങ്ങനെ രാവിലെ എണീറ്റപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ അയച്ചേടി എനിക്ക് ഇങ്ങനെ കുറച്ച് വിഷയങ്ങളുണ്ട്, ഞാൻ എന്നെ നേരിട്ട് കാണുമ്പോൾ പറയട്ടോ എന്നൊക്കെ പറഞ്ഞേ. പക്ഷെ വീട്ടുകാർക്ക് എന്നോട് ഭയങ്കര സ്നേഹം, ഇമ്മക്കൊക്കെ ഭയങ്കര കെയറിങ്ങും ഇതൊക്കെ. വേറൊരു ടിസ്റ്റ് എന്താ വെച്ചാല്, ഞാൻ ഇനി തൊട്ട് മുന്നേ പറഞ്ഞല്ലോ, എന്ത് ലീവ് കിട്ടിക്കഴിഞ്ഞാലും നാട്ടിലേക്ക് ഞാൻ ആഴ്ചക്കാഴ്ചക്ക് വരുന്നത്. ഞാൻ 2-3 വാർത്തയൊക്കെ വന്നിട്ടില്ല. പിന്നെ ജുൻക വന്നില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് 2-3 ആഴ്ചത്തേക്ക് ജുൻക നാട്ടിലേക്ക് വന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോടൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ച് ഞാൻ എന്നെ നേരിട്ട് കാണുമ്പോൾ പറയാന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഉമ്മക്കും കാക്കും മാത്രമേ അറിയുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അപ്പൊ മൂത്ത 2 കാക്കമാർ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ സീനാവും. അതുകൊണ്ട് ഇവരെ അങ്ങനെ അറിയിച്ചില്ല. അങ്ങനെ ഞാൻ ഇവന്റെ അടുത്ത് റൂഡായിട്ട് മെസ്സേജ് പിന്നെ കമ്പനി വിട്ടുവര് അല്ലേ, പിന്നെ ഫുൾ ഞാനോട് പറഞ്ഞൊക്കെ ഞാൻ ആടാ അത്യാവശ്യം ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ഇവളതും വിഷമമുണ്ട്, എന്റെ ആ കമ്പനിയും പോയി എന്നുള്ള ആ വിഷയം. ഞാൻ കാരണം ഭയങ്കര കമ്പനിയാണ് ഞാൻ. അങ്ങനെ പിറ്റേന്നായി ഒരു കല്യാണം ഉണ്ടായിരുന്നു പിറ്റേന്ന്. അപ്പൊ ഞാൻ കല്യാണത്തിനൊന്നും പോവാത്ത ഞാൻ പറഞ്ഞു ഞാൻ കല്യാണത്തിനുണ്ട്, കാരണം എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് മൈൻഡ് ഓക്കെ ആവണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കല്യാണത്തിനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കെട്ടിയൊരുങ്ങി കല്യാണത്തിനൊക്കെ പോയി. എനിക്ക് ആരുമില്ല, മെസ്സേജ് അയക്കാനില്ല, ഒന്നുമില്ല. ഞാനിങ്ങനെ ആ സങ്കടത്തെ തന്നെ ഞാനിങ്ങനെ കുറെ ഇരുന്ന്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ എവിടെയോ ഒരു സന്തോഷം. അങ്ങനെയല്ല, ടെൻഷൻ ഇല്ല, റീചാർജ് ചെയ്യണ്ട, അതൊന്നല്ല, പൈസ പോലെ എന്നല്ല, റീചാർജ് ചെയ്യണ്ട, ഫോൺ ഇടക്കിടക്ക് ചെക്ക് ചെയ്യണ്ട, ജുൻകാന് മെസ്സേജ് എന്തോ വരുമോ, ജുൻക റീചാർജ് ചെയ്യോ, അങ്ങനെ ഒന്നുമില്ല. നോക്കണ്ട, ഇനി റിലേഷനൊന്നും വേണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല അന്ന്. പക്ഷെ ഞാൻ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പിന്നെ പിറ്റേന്ന് നമ്മൾ സങ്കടം വരും, ആരുമില്ലല്ലോ എനിക്ക് സംസാരിക്കാന്നൊക്കെ ഉള്ള. അങ്ങനെ ജുൻക പിന്നെ അവിടുന്ന് വരുന്നില്ല. കുറെ കാലമായിട്ട് ജുൻകാനെ കാണുന്നില്ല അവിടെ എവിടെയും. എനിക്കതിൻ്റെ ഒരു അഡ്രസ്സും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്യാൻ നോക്കി. എനിക്കൊരു ഫീല്, ഞാൻ തേച്ച്, കാരണം ഞാൻ സത്യം ചെയ്ത് കൊടുത്തല്ലോ അന്ന് രാത്രി ഞാൻ ഇനി റിലേഷനിൽ നിൽക്കൂല. അപ്പൊ എനിക്കൊരു ഒരു പശ്ചാത്താപം, കുറ്റബോധം. നിക്കാക്ക വിളിച്ച് എന്തൊക്കെ പറഞ്ഞ് ജുൻകാൻ്റെ അടുത്ത്, ഇവര് തമ്മിൽ ഇഷ്യൂ ആയോ ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ ഒന്നും അറിയണില്ല. കാക്ക പറഞ്ഞ എന്റെ ഫോണ് ഇനി ഇതാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, കാക്കന്റെ ഫോണിൽ കിട്ടുന്നൊക്കെ. അപ്പൊ ഞാൻ അന്നതൊക്കെ പറഞ്ഞതാ. പക്ഷെ ഞാനൊന്ന് വിശ്വസിച്ച് അങ്ങനെ ഞാൻ കോൾ ചെയ്യാം. അപ്പൊ എന്റെ ഫോണിൽ നിന്ന് കോൾ ചെയ്യാൻ എനിക്ക് പേടിയായി. അങ്ങനെ ഞാൻ കസിന്റെ വീട്ടിൽ പോയപ്പോ ഓരോ ഫോൺ എടുത്ത് വിളിച്ചു നോക്കി. അപ്പൊ ജുൻക ഫോൺ എടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്കറിയണം, എനിക്കൊന്ന് പറയണം എന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ തേച്ചതൊന്നും അല്ല കേട്ടോ, എനിക്കിങ്ങനെ സിറ്റുവേഷൻ ആയതുകൊണ്ടാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. പക്ഷെ ജുൻക ഫോൺ എടുത്തിൻ്റെ സൗണ്ടാന്ന് കേൾക്കുമ്പോൾ ജുൻക ഫോൺ കട്ട് ചെയ്യും. അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ജുൻക ഓക്കെ, ഞാൻ പറഞ്ഞു ജുൻകന്നെ അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ, ഓക്കെ ഞാൻ ഒന്നും വിചാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ജുൻക ഫോൺ കട്ട് ചെയ്യും. വീണ്ടും വിളിക്കും, വീണ്ടും തന്നെ ഫോൺ എടുക്കൂല. ആ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കൂല. അങ്ങനെ ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫോണിൽ തന്നെ വിളിച്ചു. എൻ്റെ ഫോണിൽ തന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് ജുൻക എന്നെ അങ്ങനെ ഒന്നും കാണരുത്, ഞാൻ എൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണ് ഞാനിങ്ങനെ ഇതാക്കിയത്, അല്ലാതെ ഞാൻ തേച്ചതൊന്നും അല്ല കേട്ടോ. അങ്ങനെ മുന്നേ ജുൻകാക്ക് ഒരു തേപ്പ് കിട്ടിയതുകൊണ്ട് ആ ഒരു സ്ഥാനത്തിനെ കാണരുത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ജുൻക പറഞ്ഞില്ല, കാണൂല എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല, ഫോൺ കട്ട് ചെയ്ത്. അപ്പൊ അന്ന് ഞാൻ കുറെ ഇരുന്ന് കരഞ്ഞ്, എന്തോ ഒരു സങ്കടം വന്ന്. അപ്പൊ ഞാനെന്താ വെച്ചാല് എന്റെ ഉള്ളില് അപ്പൊ എന്താ വെച്ചാല് ഒരു റിലേഷൻ ഇതും ഇപ്പം ഇതേപോലെ തന്നെ ഓരോ സിറ്റുവേഷൻ കൊണ്ടെന്നുള്ള രീതിയിൽ ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഇനിയിപ്പൊ എന്തെങ്കിലും അവിടെ നോക്കാം എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ജുൻക ഒരു 3 ആഴ്ചക്ക് ശേഷം തോന്നുന്നുണ്ട് നാട്ടിലേക്ക് വരുന്നത്.
ഒരു മാസത്തിന്റെ അത് വേറെ ഒരു അഡ്രസ്സും ഇല്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, വർത്താനില്ല, ഒന്നുമില്ല. ജസ്റ്റ് ഈ ഒരു കോള് ഈ ഒറ്റ കോള് മാത്രം. ഈ അതിന്റെ അടുക്കുള്ള കോളൊന്നും ഞങ്ങൾക്ക് എടുത്തില്ലേ. അങ്ങനെ ജുൻക വന്ന് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയായി. ഞാൻ പിന്നെ പോലെ തന്നെ ഏത് മുഖം വീർപ്പിച്ചിട്ട് ഞാൻ നോക്കുപോലില്ല. നോക്കല്ലേ നമ്മൾ അങ്ങോട്ട് നോക്കും, ഞാൻ അങ്ങോട്ട് നോക്കില്ല, അവൾ ഇങ്ങോട്ട് നോക്കില്ലാത്ത വിഷയം മിസ്റ്റർ നോക്കലുണ്ട്, ജുൻക നോക്കലുണ്ട്. അങ്ങനെ എനിക്ക് എന്തോ ഒരു ദേഷ്യം പോലെ, കാരണം ഞാൻ ഫോൺ വിളിച്ചിട്ട് മര്യാദയ്ക്ക് സംസാരിക്കണ്ടേ. അപ്പൊ അത് എനിക്കൊരു ദേഷ്യം പിടിച്ച്. അങ്ങനെ ജുൻക വന്നു കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് വെക്കൂല, ഞാൻ അങ്ങോട്ടേക്കും നോക്കൂല. അങ്ങനെ ജുൻകാന്റെ മുഖത്തേക്കൊന്നും നോക്കൂല. അങ്ങനെ പണ്ടിരിക്കുന്ന പോലെ അവിടെ പുറത്തിരിക്കലില്ല, ഇവിടെ പൊടി പോലും കാണല്ലേ, അവിടെ പുറത്തേക്ക് നോള് തന്നെ ഉണ്ടാവില്ല അധികം. അങ്ങനെ ജുൻക എന്നെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് ജുൻക എന്തിനാ ഇങ്ങോട്ട് നോക്കുന്നത് ആ ഒരു രീതിയിൽ വിചാരിച്ച് ഒരു പ്രാവശ്യം നോക്കിയപ്പോ ജുൻക എന്റെ മുഖത്തേക്ക് പഴയ പോലെ ചിരിച്ച്, പഴയ പോലെ അല്ല, ആ ഒരു കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ചിരിച്ച്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്താ ഇത്, എങ്ങനെയായിട്ട് എന്തിനാ ജുൻക എന്നോട് ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ ചിരിച്ച കാരണം എന്താ വെച്ചാൽ എനിക്ക് പിന്നെയും ഇതേപോലെ തന്നെ റിലേഷനിലേക്ക് ആവണം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ആൾക്കാരൊക്കെ സംസാരിച്ച് കൺവിൻസ് ചെയ്തൊക്കെ പഴയ പോലെ ആയി വരും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ ഓളെ കണ്ട ടൈമിൽ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ചിരിച്ചതാണ്. ഞാൻ ആ ഒരു പഴയ ആ ഒരു സ്നേഹത്തിൽ ചിരിച്ചാണ്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ഞാൻ നോക്കിയില്ല, ഞാൻ ചിരിച്ചില്ല. ഞാൻ അങ്ങനെ ഭയങ്കര റൂഡായിട്ട് തന്നെ നിന്ന് മുഖം അല്ലാത്ത ജുൻകാന്റെ മുഖത്തേക്ക് നോക്കൂല ഞാനന്ന്. പക്ഷെ എനിക്കിങ്ങനെ സൈഡിൽ കൂടെ കാണാം, നമ്മളെ കണ്ടി സൈഡിൽ കൂടെ കാണാലോ, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ഇപ്പൊ 10th കഴിഞ്ഞ് എക്സാം ഒക്കെ നല്ല രീതിയിൽ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. എക്സാമിന്റെ സമയത്താണ് ഈ പിടിക്കുന്നതൊക്കെ. അപ്പോ അതൊക്കെ കൂടെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് 10th കഴിഞ്ഞ് വെക്കേഷന്റെ സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ടും ആയിട്ട് ബീച്ചിൽ പോയ സമയത്ത് ഞാൻ ഈ ഫ്രണ്ട് തന്നെയാണ് എൻ്റെ അടുത്ത് അന്ന് ഫസ്റ്റ് ടൈം ആ ഒരു December 5th വിളിക്കാൻ പറഞ്ഞ ഫ്രണ്ട് തന്നെ. ആ ഫ്രണ്ടിന്റെ അപ്പൊ ഞാൻ അവളോട് വീണ്ടും പറഞ്ഞു എടി എനിക്ക് സംസാരിക്കണം. ഓളടുത്ത് ജുൻക വാട്സാപ്പിൽ ചാറ്റ് ചെയ്യലുണ്ടായിരുന്നു. നമ്മള് ഇവിടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് ഇവിടെ ഓളെ ത്രൂലും കാര്യങ്ങളൊക്കെ ആദ്യം സംസാരിക്കലുണ്ടോ. ഈ റിലേഷൻ വീട്ടിൽ പിടിച്ച സമയത്ത് ജുൻക ഓളെടുത്ത് പറഞ്ഞു ഓളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവളോട് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു, ഓളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, എനിക്ക് ഓളെ ഇഷ്ടമില്ലാത്തോണ്ടല്ല, എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓളെ കയ്യിൽ ഫോൺ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പൊ ഓളെ കയ്യിൽ ഞാൻ വിളിക്കാനൊക്കെ ട്രൈ ചെയ്യും. പക്ഷെ എന്നാലും ജുൻക ഫോൺ എടുക്കില്ല. അന്ന് അതിന് അവിടെ നിന്ന് പഠിക്കുന്ന സമയത്തല്ലേ, അവ എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റൊന്നുമില്ല. അങ്ങനെ ഞാൻ ഓളെ അടുത്ത് പറഞ്ഞ് ബീച്ചിൽ പോയ സമയത്ത് എനിക്ക് സംസാരിക്കണം എന്നുള്ളത് പറഞ്ഞ് ഞാൻ എന്നിട്ട് വാട്സപ്പിൽ ജുൻകാക്ക് ഹായ് അയച്ചു. ഓളാണ് എന്നുള്ള രീതിയിൽ ഞാൻ ഓളെ ഫോണിൽ നിന്ന് ഓക്ക് മെസ്സേജ് അയച്ച് ഓളോട് പറഞ്ഞിട്ട് തന്നെ. അപ്പൊ ജുൻക ഹലോ എന്നുള്ളത് അയച്ച്. അപ്പൊ ഞാൻ ഓളായിട്ട് ഓളെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ച് ജുൻകാക്ക് ഇങ്ങനെ ഓക്ക് ഭയങ്കര സങ്കടമാണ്, നിങ്ങളെ ഇല്ലായിട്ട് ഇപ്പോൾ ഓക്ക് പറ്റുന്നില്ല, ഭയങ്കര കരച്ചിലായിരുന്നു എന്തൊക്കെയോ അങ്ങനെയൊക്കെ ഞാൻ ഭയങ്കര സെൻറ്റി ആയിട്ട് അയച്ച്. അപ്പൊ ജുൻകാന്റെ വിചാരം ഇവളാണ് എന്നാണ് മെസ്സേജ് അയക്കുന്നതൊക്കെ. അപ്പൊ ജുൻക അങ്ങോട്ടേക്ക് പറയുന്നുണ്ട് എനിക്കറിയടി അത് ഇങ്ങനെയാണ് ഇതായതുകൊണ്ടാന്നൊക്കെ പറഞ്ഞ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞു എനിക്കൊന്ന് കോൾ ചെയ്ത് സംസാരിക്കണം എന്ന്. അപ്പോൾ ഓള് പറഞ്ഞു ഇതൊന്നും ഇങ്ങനെ രണ്ടാമത് ആലോചിക്കരുത്, ഈ ഓള് കോൾ ചെയ്യുന്നറിഞ്ഞ് അങ്ങോട്ട് വിളിക്കുന്നറിഞ്ഞ്. ഞാൻ ഓളെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനാണ് പാത്തു ഷാമിയാണ് എന്ന് പറഞ്ഞ്. ജുൻക എന്നെ പാത്തു എന്നാട്ടോ വിളിക്കല്ലേ, അതാണ് പാത്തു എന്നുള്ളത് ഞങ്ങള് റിലേഷൻ തുടങ്ങിയ മുതൽ വെറുതെ വിളിച്ച് പേര് വിളിക്കുന്നതാണ്, ആ ചെല്ലപ്പേര് വിളിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വിളിച്ച് സ്ഥിരായി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനാണെന്ന് പറഞ്ഞ. അപ്പൊ എന്റെ അടുത്ത് ജുൻക ഭയങ്കര പഴയതിലും ഭയങ്കര നല്ല രീതിയിൽ സംസാരിച്ച്, അതായത് പഴയ പോലെ തന്നെ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. വിളിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, ഇവിടെ കാര്യങ്ങൾ എന്താന്നുള്ളത് ഓളെ ത്രൂലല്ലാതെ നേരിട്ട് അറിയാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. സൗണ്ട് കേട്ടപ്പോഴേ സംസാരം കേട്ടപ്പോ ഭയങ്കര ഹാപ്പി ആയി. അതില് ഭയങ്കര എക്സൈറ്റഡ് ആയി. അതിലാണ് ഞങ്ങൾ വീണ്ടും റിലേഷൻ തുടങ്ങുന്നത്. അതിപ്പോ ഏകദേശം 2-3 മാസത്തിന്റെ ഒരു ഗ്യാപ്പ് വരുന്നുള്ളൂ. പക്ഷെ ഞങ്ങള് അവിടെയാണ് ഞങ്ങൾ റിലേഷൻ വീണ്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ത് വന്നാലും റിലേഷൻ എന്ത് കളിച്ചാലും വിടൂല എന്നുള്ള വിഷയത്തിൽ സ്റ്റാർട്ട് ചെയ്തില്ല. ശരിക്കും ഞങ്ങൾക്ക് തോന്നി അങ്ങനെ വീട്ടിൽ പിടിച്ചത് നന്നായി. കാരണം ആദ്യത്തത് അത്ര
ഒരു സ്ട്രോങ് അല്ലാത്ത പോലത്തെ ഒരു ഫീൽ അല്ല സ്ട്രോങ് ആണെങ്കിലും പക്ഷെ അത്രമാത്രം അങ്ങോട്ട് ഡീപ് സ്ട്രോങ് ആയിട്ട് വന്നിട്ടില്ല. അത്രമാത്രം കണക്ഷൻ എന്തോ ഫീൽ ചെയ്തിട്ടില്ല. രണ്ടാമത് തുടങ്ങിയത് ഞങ്ങൾ ഭയങ്കര ടൈറ്റിലാണ് അല്ലേ. ഇപ്പൊ എന്ത് വന്നാലും ഇപ്പൊ എന്താണെങ്കിലും ഫേസ് ചെയ്യാ. ബാക്കി ഞാൻ ഒന്നും നോക്കാനില്ല, പറ്റില്ല. എനിക്ക് ഇവളില്ലാണ്ട് ഇവൾക്ക് ഞാൻ അല്ലാണ്ട് പറ്റില്ല എന്നുള്ള ആ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഈ റിലേഷൻ പിടിച്ച സമയത്ത് ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ സങ്കടം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ എനിക്ക് പറ്റണില്ല അമ്മ, എനിക്ക് എന്തോ പോലെ ആവണേ, എനിക്ക് അങ്ങനെ പറ്റില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉമ്മ എന്നൊക്കെ പറഞ്ഞ് അമ്മേൻ്റെ അടുത്ത് കരഞ്ഞ്. അപ്പം ഉമ്മ പറഞ്ഞ് മോളെ എൻ്റെ സമയമാവട്ടെ, എൻ്റെ സമയമാവുന്ന ആ ഒരു സമയമാകുമ്പോൾ എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമാകുമ്പോൾ ഓ വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നെ കെട്ടിച്ചേരും. അത് ഉമ്മ എൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ആ സമയമാവുന്നവരെ കാക്കാം, നമുക്ക് ഓൻ വരികയാണെങ്കിൽ നമുക്ക് ഇതാക്കാന്ന് പറഞ്ഞു. ആദ്യം ഒരു പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഞങ്ങളിപ്പോഴേ പ്രേമിച്ച് ചിലപ്പോ കൊളാക്കുന്നുള്ളതുകൊണ്ട് പഠിപ്പും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് ഇവർ ആദ്യം ഞാൻ എൻ്റെ അടുത്ത് അതിങ്ങനെ പറഞ്ഞില്ല. പക്ഷെ ഞാൻ അമ്മൻ്റെ അടുത്ത് ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് മോളെ എന്നെ കല്യാണം കഴിക്കാനുള്ള പ്രായമാവട്ടെ, ആ സമയത്ത് ഓൻ വന്നിട്ട് എന്നെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓനക്ക് എന്നെ കെട്ടിച്ചു കൊടുക്കും അങ്ങനെ പറഞ്ഞു. അങ്ങനെ പക്ഷെ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ട്. ഇവൻ അന്നത്തെ ലുക്ക് പറഞ്ഞാല് മുടിയൊക്കെ കളറൊക്കെ അന്നത്തെ എന്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയാണ് എനിക്ക് മെയിൻ. ഇപ്പൊ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ഒക്കെ എനിക്ക് ആ ഒരു ബൈക്കെടുത്ത് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോണ് റൈഡ് പോണ് അവിടെ പോണ് ഇവിടെ പോണ് കാർ എടുത്ത് അങ്ങനെ പോണ് ഇങ്ങനെ പോണ് അങ്ങനെ കാറ് പോകുമ്പോ പഞ്ചായത്ത് മുഴുവൻ കുലുങ്ങും. അങ്ങനത്തെ എക്സോസ്റ്റ് കാര്യങ്ങൾ ആ ഒരു കാറിന്റെ ആ ഒരു ഇതിൽ തന്നെ ഫുള്ള്. കാരണം ഞങ്ങളുടെ ടൗണിലുള്ള ആ ഒരു ഗ്യാങ് ഒക്കെ അങ്ങനെ തന്നെയാണ് മൊത്തം. ആ ഒരു പൊളിയിൽ ആ ഒരു രീതിയിൽ ലുക്കും മുടി കാര്യങ്ങള് ടൈലി കാര്യങ്ങള് മുടി കളറൊക്കെ ആയിട്ട് ഉള്ളു. അപ്പൊ ഇവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നി ഇവൻ ഫ്ലേർട്ട് ചെയ്യാന്നുള്ളത്. സീരിയസ് ആയിട്ടുള്ള റിലേഷൻ അല്ല, അത് ലുക്കിനെ പറയല്ല. പക്ഷെ നമുക്ക് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അന്ന് അങ്ങനെയാണല്ലോ, ആ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു, അങ്ങനെ ജഡ്ജ് ചെയ്യായിരുന്നു എല്ലാരും. എന്താ പറയാ, പക്ഷെ ഇവരെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എല്ലാ കാക്കമാർക്കും ഉമ്മക്കും എനിക്കും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഞാൻ നോക്കിയത്, മനസ്സിലായോ? എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം അവനെ പറ്റിയിട്ട് വീട്ടിൽ വന്ന് സംസാരിച്ചു പോകുമ്പോ പാവാല നല്ല ചെക്കനാണ് സാർക്കൊക്കെ എല്ലാരും പറയും. അപ്പൊ പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം കൂടും. അങ്ങനെ അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ എല്ലാവർക്കും ഒരു ടെൻഷൻ ആയിരുന്നു, ഫ്ലേർട്ട് ചെയ്യാണോ എന്നുള്ള ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഞാൻ സീരിയസ് ആണ്, ജുൻക ഫ്ലേർട്ട് ചെയ്യാണോ എന്നുള്ള ടെൻഷൻ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്. അങ്ങനെ അമ്മൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ് അങ്ങ് സമയമാവുന്ന ആ ഒരു സമയമാകുമ്പോൾ ജുൻക വരികയാണെന്നുണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ജുൻകാൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടാമതൊരു റിലേഷൻ തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾ അന്ന് ഓളെ ഫോണിൽ നിന്ന് കുറേ സംസാരിച്ച് അല്ലേ, അന്ന് ഞങ്ങൾ കുറേ സംസാരിച്ചു. പക്ഷെ കാണാൻ പറ്റില്ല, അന്ന് ജുൻക നാട്ടിൽ ഇതുവരെ മീൻസ് ആ ടൈം വരെ ഒന്നും നേരിട്ടിട്ട് കണ്ടിട്ടില്ല. ഇത്ര ടൈമിലൊന്നും നേരിട്ട് നിന്ന് സംസാരിച്ചിട്ടില്ല. അങ്ങനെ സാധാരണ നമ്മൾ നോർമലി എടുത്തിരുന്ന് സംസാരിക്കുക അങ്ങനെ ഒന്നുമില്ല. കാണലും കൂടിയില്ല, കാണലൊക്കെ വളരെ ചുരുക്കം മാത്രമല്ല. അതിനെ കണ്ടാൽ തന്നെ അത്യാവശ്യം ഡിസ്റ്റൻസിൽ സംസാരിക്കാം നമ്മള്. പോകുമ്പോഴോ അങ്ങനെ ആക്കുമ്പോഴോ ആ ഒരു രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നുള്ളത് ഫോണിലായിരുന്നു. അത് വീട്ടിൽ പിടിച്ച് അങ്ങനെ ഞങ്ങൾ വീണ്ടും തുടങ്ങിയ സമയത്ത് അന്ന് ഞാൻ വീട്ടിലെത്തുന്നവരെ ഓളെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന് അങ്ങനെ ഓളെ ഫോണിലെ ബാലൻസ് തീർന്ന് ജുൻക റീചാർജ് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. എനിക്ക് ഭയങ്കര സന്തോഷമായി, വീണ്ടും റിലേഷൻ തുടങ്ങിയല്ലോ. പിന്നെ എൻ്റെ ഫോണിൽ തന്നെ ഞാൻ വീണ്ടും എനിക്ക് തോന്നി കാക്ക കള്ളത്തരം പറഞ്ഞാണെന്ന് തോന്നി. പിന്നെ പുറത്തു പോകുമ്പോ വിളിക്കും, സംസാരിക്കും. പക്ഷെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ സ്കൂളിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മൾ അക്ഷയയിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ടല്ലോ, ആ സമയത്ത് പറയും ഞാൻ എനിക്ക് ഇങ്ങനെ അക്ഷയയിലൊക്കെ പോവാണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഞങ്ങൾക്ക് അതുവഴി അങ്ങോട്ട് പോകും, അതുവഴി ഇങ്ങോട്ട് വരും, അങ്ങനെയാണ് കാണല്. അല്ലാതെ ഞങ്ങൾ എവിടെ ഇരുന്ന് സംസാരിക്കുക മീറ്റ് ചെയ്യുക ഒന്നുമില്ല. അങ്ങനെ ഞങ്ങളെ റിലേഷൻ വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും വീട്ടിൽ പിടിച്ച് ഞാൻ കാക്ക പുറത്ത് പോകുന്ന സമയത്ത് ഞാൻ ഫോൺ വിളിക്കും ജുൻകാനെ. അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫാരിക്കാക്ക് പ്രതീക്ഷിക്കാതെ ഞാനിങ്ങനെ കൊലായിലെത്തിയപ്പോണ്ട് അവിടെ നിന്ന് എന്തോ സംസാരിക്കുന്ന വെച്ചാ ജസ്റ്റ് ആണെന്ന് കേട്ടേക്കും എനിക്ക് മനസ്സിലായി, സംഭവം എനിക്ക് മനസ്സിലായി. അത് ഞാൻ കേൾക്കുന്ന എന്താ അറിയോ, ഫാരിക്ക എന്ത് പറഞ്ഞു അന്ന് വിളിച്ചിട്ട് അതാണ് ഈ ചോദിക്കുന്നത്. അപ്പൊ എന്റെ പേര് ഇങ്ങനെ വന്നപ്പോ എനിക്ക് എന്തായാലും സ്ട്രൈക്ക് ചെയ്യല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായവനാണ്. അപ്പൊ ഞാൻ ഡോറിന് മുട്ടിപ്പോ ബാക്കി പറഞ്ഞു. ഡോറിന് മുട്ടിയപ്പോ ഞാൻ തുറക്കുന്നില്ല. എന്റെ അടുത്ത് എനിക്ക് ഭയങ്കര കുരുട്ടുബുദ്ധി തന്നെ. ആ സമയത്ത് ടൈം കുറച്ച് പിന്നിലേക്ക് ഞാൻ മാറ്റും. ഏത് ഫോണിലെ സെറ്റിങ്സിൽ ടൈം ഞാൻ പിന്നിലേക്ക് മാറ്റിയിട്ട് എൻ്റെ ഫ്രണ്ടിനെ വിളിക്കും. എന്നിട്ട് കുറച്ച് സെക്കൻഡ്സ് ഓളെടുത്ത്
ആ കോൾ അങ്ങനെ വെക്കും. എന്നിട്ട് ടൈം ഇതേപോലെ ആക്കും. അപ്പൊ കോൾ ലോഗില് ആ ഒരു ശ്രീയൊക്കെ വായ അപ്പൊ കോൾ ലോഗില് വരുന്ന സമയത്ത് ഈ കോള് ആ സമയത്ത് വിളിച്ചതാണ്. അപ്പൊ ഈ ടൈം കറക്റ്റ് ആവും. മറ്റേ ഞാൻ കാക്ക മുട്ടിയ സമയത്ത് തന്നെ കോൾ എടുത്ത് ഞാൻ ഓളെ വിളിച്ചു കഴിഞ്ഞാല് ആ മുട്ടിയ സമയത്താണ് കോള് കാണിക്കാം. അങ്ങനെയൊക്കെ ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെ അല്ലേ, അങ്ങനെ തന്നെ തോന്നുന്നു. അങ്ങനെ തന്നെ ചെയ്ത് കാക്ക ചോദിച്ചപ്പോ ഞാൻ കാര്യം പറഞ്ഞ് ഫ്രണ്ടിനെ വിളിച്ചാന്ന് പറഞ്ഞു. അപ്പൊ കാക്ക സത്യം പറഞ്ഞ ആരെ വിളിച്ചാന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ ജുൻകാനെ വിളിച്ചതാന്ന്. അതും പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചുപോയി. എന്തോ ഇതിന് ചൂടായി വന്ന് കാക്ക ചിരിച്ചുപോയി. അത് കണ്ടപ്പോ ഞാനും ചിരിച്ചുപോയി. എന്തിനാ ചിരിച്ചത് എനിക്കറിയില്ല. എന്റെ കളത്രം കണ്ടിട്ടാണോ എന്നറിയില്ല. എന്റെ കുരുട്ട് ബുദ്ധി വെച്ചിട്ടാണ് തോന്നി ചിരിച്ചത്. അത് കഴിയലും എനിക്കുണ്ടൊരു കോള്. അങ്ങനെ എനിക്കുണ്ട് കോള്. എന്താ എന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടൊക്കെ ഫുള്ള് വർത്താനം. ആദ്യം ഫുള്ള് ചൂടായി എന്നോട് അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. ലാസ്റ്റിലേക്ക് എന്നോട് പറഞ്ഞവള് പഠിക്കുന്ന പ്രായമാണ്, പഠിച്ചു കഴിഞ്ഞിട്ട് എന്താന്നുള്ള നമുക്ക് ബാക്കി പിന്നെ നോക്കി തീരുമാനിക്കാറുണ്ട് കട്ട് ചെയ്തു. പക്ഷെ ഞങ്ങൾ അവിടെ നിർത്തിയില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ രണ്ടാമത് തുടങ്ങിയ ആ ഒരു റിലേഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് എന്ത് വന്നു കഴിഞ്ഞാലും ആ ഒരു രീതിയിലായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ വീണ്ടും ഇതേപോലെ തന്നെ ഇടക്ക് പിന്നെ ഞാനൊരു +1 ഒക്കെ ആയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എപ്പോഴെങ്കിലും കോൾ ചെയ്യും, എപ്പോഴെങ്കിലും മെസ്സേജ് അയക്കും, അങ്ങനെ ഉള്ളൂ. അങ്ങനെ എപ്പോഴും കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്റെ വീട്ടിൽ നിന്ന്. എപ്പോഴും മോട്ടിവേഷൻ എല്ലാവർക്കും ഒരു രീതിയിൽ ഓക്കെ ആയി. മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ അതായിരുന്നല്ലോ. അങ്ങനെ +1 എത്തുന്നതും വലിയൊരു ട്വിസ്റ്റാണ് ഗൈസ്. ഞാൻ ഉദ്ദേശിച്ച സ്കൂളിലല്ല എനിക്ക് കിട്ടിയത്. അതായത് ഈ ഫ്രണ്ടുള്ള ഞാൻ പറഞ്ഞല്ലോ എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു 2 അപ്പോൾ ഓരുള്ള സ്കൂളിലേക്കായിരുന്നു ഞാൻ പോകാൻ വിചാരിച്ചത്. അവർ ഒരു പ്രൈവറ്റ് ആയിട്ടായിരുന്നു ചേർന്നത്. അപ്പം ഞാൻ സീറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രൈവറ്റിൽ ചേരാന്ന് വിചാരിച്ച്. പക്ഷെ പോയി ചേർന്നത് മാനേജ്മെന്റിലായി പോയി. അങ്ങനെ ഞാൻ ചേർന്നത് ഗേൾസ് ഓൺലി ഒരു മിക്സഡിൽ. അങ്ങനെ ഞാൻ അവിടെ ചേർന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാതെ പറ്റൂല എന്നുള്ള സിറ്റുവേഷനായി. ഞാൻ കരഞ്ഞ് വീട്ടിൽ പറഞ്ഞ് എനിക്കിത് പറ്റില്ല, എനിക്ക് ഫ്രണ്ട്സ് വേണം, എനിക്ക് ഓരില്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ എനിക്ക് അവിടെ തന്നെ പോവേണ്ടി വന്നു. വേറെ ഒരു നിവൃത്തിയില്ല. ഞാൻ ഓൾറെഡി അവിടെ ജോയിൻ ചെയ്തില്ലേ. അങ്ങനെ ഞാൻ അവിടെ പോയി. പക്ഷെ എനിക്ക് ആ സ്കൂള് ഭയങ്കര മെമ്മറീസ് തന്നെ. ഇപ്പോഴും ഇവള് ഇത്രയും പഠിച്ച ആ ഒരു ഫുൾ ക്ലാസ്സുകളിൽ വെച്ചിട്ട് ഏറ്റവും ഇവള് എക്സൈറ്റഡ് ആയിട്ട് പറയുന്ന ഒരൊറ്റ ക്ലാസ്സിൽ മെയിൻ ആണ് +2 ആ ഒരു കാലഘട്ടം. എനിക്ക് ഭയങ്കര ഇപ്പോഴും പറയുന്ന ഒരൊറ്റ ആ ഒരു രീതിയിൽ പറയുന്ന ഒരു കാര്യമാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു സമയം. അതൊരു സമയത്ത് +1 പഠിക്കുന്ന സമയത്താണ് ഞാനും ജുൻകായും ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. ഒരു പെരുന്നാളിന് ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്ത് ഞങ്ങള് കാണണം. 1.5 കൊല്ലം 2 കൊല്ലത്തിന്റെ ഫസ്റ്റ് ടൈം കാണാണ് ഞങ്ങള് ആദ്യമായിട്ട് ഇങ്ങനെ അടുത്തത് കാണാണ്. അങ്ങനെ പെരുന്നാളിന്റെ നിന്റെ വണ്ടി ഉണ്ടായിരുന്നു അല്ല ജുൻഖാന്റെ. എനിക്ക് ബുള്ളറ്റ് ആ സമയത്ത് ഭയങ്കര ഇഷ്ടം. അപ്പൊ ജുൻഖാന്റെ ജുൻക ഫ്രണ്ടിന് കൊടുത്ത് ഞാൻ എന്റെ ബുള്ളറ്റ് ഓരോ ബുള്ളറ്റ് ഞാൻ ഇങ്ങോട്ട് വാങ്ങി. ഇവക്ക് ബുള്ളറ്റിന്റെ മുകളിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ വണ്ടി കൊടുത്ത് ഞാൻ ബുള്ളറ്റ് നേരെ അവരുടെ എടുത്ത് നേരെ അവളെയും കൂട്ടി ഫസ്റ്റ് ടൈം നമ്മള് റൈഡിലെ മഴയൊന്നും ഞങ്ങൾ നോക്കിയില്ലോ. മഴയെ കൊണ്ടാ ഞങ്ങള് പോയത്. ചെറിയൊരു പൊടിമഴയായിട്ട് ഞങ്ങൾ ഫസ്റ്റ് ആയിട്ട് ബുള്ളറ്റിന്റെ മുകളിൽ പോയി. ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ബസ് കയറി വേറൊരു സ്ഥലത്തിറങ്ങി അവിടേക്ക് ജുൻക കൂട്ടാൻ വന്ന്. അങ്ങനെ ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ പോയി. കുറച്ച് ദൂരം പോയിട്ടുള്ളൂ. കാരണം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം പോയി. ഞങ്ങൾ കുറച്ച് നേരം നിന്ന് സംസാരിച്ചു. ഒരു 10 മിനിറ്റ് സംസാരിച്ച് തിരിച്ച് അതേപോലെ തന്നെ റിട്ടേൺ അതേപോലെ തന്നെ വന്നു. അതാണ് ഞങ്ങളെ ഫസ്റ്റ് ആയിട്ടുള്ള ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എപ്പോഴും കണ്ണില് തിളങ്ങി നിൽക്കുന്ന ഇപ്പോഴും തിളങ്ങി നിൽക്കുന്ന ഒരു മീറ്റ്. പണ്ടത്തെ ഞങ്ങളെ മെയിൻ ഫസ്റ്റ് അന്ന് ഞങ്ങൾ പോയ സ്പോട്ട് ഞങ്ങളെ കുറെ കാലം അവിടെ തന്നെ ഇരുന്നുണ്ടായിരുന്നു. ഒരു തൂക്കുപാലുണ്ട് കൊടുവള്ളി പോകുന്ന വഴിക്ക് ഒരു തൂക്ക്. അതാണ് ഞങ്ങളെ ഫസ്റ്റ് മീറ്റ് ചെയ്ത് ഞങ്ങളെ ഫസ്റ്റ് സ്ഥലം. അങ്ങനെ ഞങ്ങൾ എപ്പോഴെങ്കിലും എനിക്ക് തോന്നുന്നു ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ജുൻഖാനൊരു +1 പഠിക്കുന്ന സമയത്ത് 2-3 വട്ടം നമ്മൾ കണ്ടുള്ളൂ. അതേപോലെ തൂക്കുപാലത്ത്. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് പിന്നെ കാറില് അങ്ങോട്ടും ജുൻഖാനെ കോളേജ് കഴിഞ്ഞിട്ട് കൂട്ടാൻ വരും ചില സമയത്തൊക്കെ. എനിക്ക് ബാക്ക് പെയിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ
എനിക്ക് അങ്ങനെ കൂടി ബസ്സിൽ ഒരുപാട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് പെയിന്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഞാൻ ഫ്രീ ആയിട്ടുള്ള ടൈമിലൊക്കെ ഞാൻ അവളെ പിക്ക് ചെയ്തിട്ട് നേരെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യും. കാരണം തിക്കി കുത്തി വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്. പിന്നെ +1 +2 പഠിക്കുന്ന സമയത്ത് രാവിലെ കാണാൻ ഉണ്ടാക്കി തരാം, വൈകുന്നേരം ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അവിടെ നിന്ന് സിപ്പൊക്കെ കുടിച്ച് പാനിപൂരിയൊക്കെ തിന്ന് അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു സമയമായിരുന്നു. ഞാനിപ്പോൾ അത് പറയാൻ നിന്നേ ലവ് സ്റ്റോറി മാറിയിട്ട് എൻ്റെ +2 കാലഘട്ടം ഞാൻ ചിലപ്പോൾ പറഞ്ഞു പോകും. അല്ല, എനിക്കൊരു ഡൗട്ട്, ഈ ബസ്സിൽ തിക്കി കുത്തി നിൽക്കുന്നവരെ കണ്ടിപ്പോ ബൈക്കിൽ ഇരിക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു? ഇല്ല, അത് ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. മറ്റേത് ബസ്സിൽ ഒന്നും തള്ളു. അപ്പൊ എനിക്ക് ബാക്ക് പെയിൻ ആയിട്ട് പിന്നെ ബെഡ് റെസ്റ്റ് വേണ്ടി വരും. ഈ +2 പഠിക്കുന്ന സമയത്ത് ജുൻക അവിടെ ഞാൻ ബസ് ഇറങ്ങുന്ന ഞാൻ അവിടെ ആ ഒരു സ്ഥലത്ത് ഞാൻ അപ്പുറത്ത്, അതും ബസ് ഇറങ്ങുന്നിടത്തല്ല, കുറച്ച് ലോങ് ഡിസ്റ്റൻസിൽ ഒരു വീടിന്റെ സൈഡിലൊക്കെ ആയിട്ട് ഞാൻ ക്രോസ് ചെയ്യുന്ന ഒരു ക്രോസ് ഉണ്ട്. ആ ക്രോസിന് ഞാൻ അവിടെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇവിടെ ഓട്ടോ കയറിന് ശേഷം ഞാൻ പോകും. ഓട്ടോ കയറി ഞാൻ എന്റെ വീടിന്റെ ആ ഭാഗത്ത് ഇറങ്ങുമ്പോ ജുൻക അവിടെ ഉണ്ടാവും. എന്നിട്ട് അതിലൂടെ അപ്പോഴാണ് ഞങ്ങള് ഗിഫ്റ്റ് കൈമാറുക. അപ്പോഴാണ് ഓരോ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും മിണ്ടും നിക്കൊന്നുമില്ല, നേരെ നടന്നിങ്ങനെ വരുമ്പോ റണ്ണിങ്ങിൽ ഇങ്ങനെ നടന്നു വരുമ്പോ നേരെ കൊടുത്ത് ക്ലിയർ ചെയ്ത് പോകും. അത്രേ ഉള്ളൂ, സംസാരിക്കുന്നില്ല. ചില സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരെങ്കിലും വരും, ആ ഒരു ചെറിയൊരു ഇടവഴിയാണ്. അപ്പൊ ആൾക്കാരൊക്കെ എന്തായാലും പാസിംഗ് ഉള്ള ഫുൾ ടൈം പാസിംഗ് ഉള്ള ആൾക്കാരെ, വേറെ കുട്ടികളും കാര്യങ്ങളൊക്കെ പാസിംഗ് കാര്യങ്ങളൊക്കെ ആരെങ്കിലും വരുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കാനൊന്നും നിൽക്കില്ല. അപ്പൊ ഞങ്ങള് ജസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവളിങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ വന്ന് എന്താണോ കയ്യിലുള്ളത് അല്ല അങ്ങോട്ട് കൊടുക്കും വാങ്ങിട്ട് നടക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ അവിടുത്തെ ആള് വരുന്ന കാണുന്നുണ്ടെങ്കിൽ ഞാൻ സൈഡിൽ അവിടെ ചാരി വെച്ചിട്ട് ഞാൻ വണ്ടി എടുത്തു പോകും. അവള് വരുമ്പോ നേരെ എടുത്തോണ്ട് പോകും. ഒരുപാട് അയ്യോ ഇപ്പൊന്നും വാങ്ങി തരത്തില്ല. പക്ഷെ ജുൻഖാൻക്ക് ആ സമയത്ത് ഞാൻ ബർത്ത്ഡേക്കൊക്കെ ഇങ്ങനെ പൈസ ഇങ്ങനെ, എനിക്ക് സ്കൂളിലേക്ക് പോകുമ്പോ നമുക്ക് ക്യാൻറ്റീനിൽ പോകാൻ വേണ്ടിട്ട് പൈസ തരുമല്ലോ, ആ പൈസയൊക്കെ ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ച് ജുൻഖാന്റെ ബർത്ത്ഡേയും December 5 ഞങ്ങൾ ആനിവേഴ്സറി ആണല്ലോ, അത് ഞങ്ങൾ ആനിവേഴ്സറി ആയിട്ട് ആഘോഷിക്കുന്നതാണ്. അപ്പോൾ ജുൻഖാന്റെ ബർത്ത്ഡേ നവംബറിലാണ്, ഡിസംബറിലാണ് ഞങ്ങൾ ആനിവേഴ്സറി വരുന്നത്. അപ്പൊ രണ്ടിനും കൂടി ഞാൻ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കോ, ഒരു ഷർട്ടും ഒരു ടീഷർട്ടും. ഞങ്ങളെ ഗിഫ്റ്റിന്റെ മാറ്റങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഒക്ടോബറിലാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ അപ്പോ ആ സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ജുൻഖാനെ കാണുമ്പോൾ പെട്ടെന്ന് ഗിഫ്റ്റ് കൊടുക്കും. എന്നിട്ട് ജുൻഖ പിറ്റേന്ന് എന്നെ കാണാൻ വരുന്ന സമയത്ത് എന്നെ കാത്തവിടെ നിൽക്കുമല്ലോ ഞാൻ ക്രോസ് ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് ജുൻഖ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഇട്ടിട്ട് ആ ഷർട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കും. നല്ല കറക്റ്റ് പെർഫെക്റ്റ് ചെയ്തില്ല എന്ന് ഫിറ്റിങ്സ് ഒക്കെ റെഡി ചെയ്തിട്ട്. പിന്നെ ഞങ്ങൾ എപ്പോഴാണ് ഫോണിൽ സംസാരിക്കാന്ന് വെച്ചാല് ഒരു 6 മണിക്കാവും എല്ലാവരും വീട്ടിൽ എത്താനേ, അതായത് ഉമ്മ ഉണ്ടാവും പക്ഷെ കാക്കമാരൊക്കെ എത്താൻ ആ ഒരു ടൈമൊക്കെ ആവും. അപ്പൊ ഞാൻ എന്താക്കുമെന്ന് വെച്ചാല് സ്കൂള് വിട്ടിട്ട് വേഗം മുകളിലോട്ടേക്ക് പോകും. യൂണിഫോം ഒന്നും അഴിച്ചു വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. വേഗം ഫോൺ എടുത്തിട്ട് ഞാൻ മുകളിൽ പോയിട്ട് അവിടെ ജനലിന്റെ അടുത്ത് നോക്കി നിൽക്കും. അപ്പോൾ ആ വഴിയിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ദൂരത്തതേ കാണാം. അപ്പൊ ഞാൻ അവിടെ പോയി നിന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ ജുൻഖാനെ വിളിച്ച് വർത്താനം പറയാം. അങ്ങനെ ആ സമയത്ത് നമ്മൾ കുറേ നേരം സംസാരിക്കാം. അന്നൊക്കെ ഈ അൺലിമിറ്റഡ് പാക്ക് അതൊക്കെ വന്ന്, അൺലിമിറ്റഡ് പാക്ക് ഒറ്റ പ്രാവശ്യം ചെയ്തുള്ളൂ, എന്നാലും കുറച്ച് കാലം കിട്ടിയതുകൊണ്ട് തന്നെ ഞങ്ങളത് മാക്സിമം മുതലാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങൾ കുറേ നേരം ആ ഒരു സമയത്തൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ സംസാരിക്കുമോ, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ മെസ്സേജ് അയക്കൂ. ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേക്ക് ജുൻക ഓരോ സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും എനിക്ക് വേണ്ടിയിട്ട്. സംസാരിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കാണാൻ വേണ്ടി എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. ജുൻഖാൻ എന്റെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ വെച്ച് ഞാൻ കുറെ സേവ് ഒക്കെ ചെയ്ത് DP ഒക്കെ റിമൂവ് ചെയ്ത് അല്ലേ, DP ഒക്കെ റിമൂവ് ചെയ്ത്. പിന്നെ ജുൻഖാന്റെ ഏതോ ഒരു കാലില് ഷൂ ഇട്ടിട്ട് ഇങ്ങനെ പച്ചപ്പുല്ലിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ, അതൊക്കെ വാൾപേപ്പർ വരെ ആക്കി വെച്ച് കോട്ട് എഴുതി. അപ്പൊ മനസ്സിലാവില്ലല്ലോ ജുൻഖാന്റെതാണ് എന്നുള്ളത്. ഞാൻ അതിന്റെ അടിയിൽ ടെക്സ്റ്റ് ആയിട്ട് ഒരു കോട്ട് എഴുതി, എന്നിട്ട് ഞാനത് വാൾപേപ്പർ ആക്കി വെച്ച് ജുൻഖാൻ ഞാൻ വരുമ്പോഴത്തേക്കു സ്റ്റാറ്റസ് ഒക്കെ എന്തെങ്കിലും ഇട്ടേക്കു. പിന്നെ ഞാൻ കാണാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ്, അന്ന് സ്റ്റോറി ഇല്ലല്ലോ, സ്റ്റാറ്റസ് അല്ലേ മറ്റേ ഇതുപോലുള്ള, ആ സ്റ്റാറ്റസിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ അതൊക്കെ ഒരു കാലം. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ ആ ഒരു സമയം നല്ല രസമായിരുന്നു കേട്ടോ. ആ വീട്ടിൽ പിടിക്കോ എന്നുള്ള പേടിയൊക്കെ ഉണ്ട്. പക്ഷെ പിടിച്ചു മതിയായി മുന്നോട്ട് പോയി. പിന്നെ ഡിഗ്രി എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആയില്ലേ.
കുറച്ച് വീട്ടിലറിയൂല, എന്നാലും വൈകുന്നേരം കുറച്ച് നേരത്തെ കോളേജൊക്കെ വിട്ട് നേരത്തെ എന്തെങ്കിലുമൊക്കെ ലെറ്റർ ഞാൻ തന്നെ എഴുതും. എന്നിട്ട് അമ്മന്റെ സൈനിങ് അറിയാം. എന്നിട്ട് ഞാൻ തന്നെ സൈനൊക്കെ ഇട്ടിട്ട് പ്രിൻസിപ്പാളിനെ കൊണ്ടു കൊടുക്കും. അപ്പൊ പ്രിൻസിപ്പാള് നേരത്തെ കുറച്ചു നേരം. എന്നിട്ട് കോളേജ് വിട്ട് ഏകദേശം നമ്മൾ ബസ്സിന് വീട്ടിലെത്താനാവുന്ന ഒരു സമയമില്ലേ, ആ സമയത്ത് നിനക്ക് എന്നെ വീടിന്റെ അപ്പുറത്തിറക്കി തരും. എന്നിട്ട് ഞാൻ നടന്നു പോകും. അതൊക്കെ ആയിരുന്നു ഞങ്ങൾ ഡിഗ്രി സമയത്ത്. ആ സമയത്ത് ഇപ്പൊ എനിക്ക് ഒരു സാൻഡ്വിച്ച് വാങ്ങി തരേണ്ട നല്ല ടേസ്റ്റാ. എന്നിട്ട് വൈകുന്നേരം നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് വിശക്കുമല്ലോ. അപ്പൊ ഈ സാൻഡ്വിച്ചും വാങ്ങി തന്നു എന്റെ കൂടെ കാറിൽ പോകുന്ന ആ സാൻഡ്വിച്ചും കഴിച്ചിട്ട് ഞാൻ പോകും. ഇങ്ങനെ നല്ല രസമായിരുന്നു ആ സമയമൊക്കെ. പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ആ ഒരു വീട്ടിൽ വന്ന് വീട്ടിലൊക്കെ വന്ന് ചോദിച്ചു ഓക്കെ ആയി. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങളത് നല്ല രീതിയിൽ ഇപ്പൊ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ്. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ജുൻഖാനെ ഇവൻ ഓൻ നീ എന്നൊക്കെ പറയുമ്പോ നമ്മളെ വ്യൂവേഴ്സിനല്ല, നമ്മളെ വ്യൂവേഴ്സിനും കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ അറിയുന്നവര് അങ്ങനത്തെ ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ, ഞാനെന്താ അങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ഉണ്ടാവും. ചുൻകാക്ക് തീരെ ഇഷ്ടല്ലേ ഞാൻ കേറിയിട്ട് ചുൻകാനെ നിങ്ങള് അത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരുമാതിരി ഞാൻ അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് ഞങ്ങള് കുറച്ചിങ്ങനെ ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കുന്നതാ. അപ്പൊ ഈ റിലേഷൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ ജുൻഖാന്റെ അടുത്ത് പറഞ്ഞു ഈ ഇങ്ങനെ നിങ്ങള് അങ്ങനെ ഭയങ്കര അങ്ങനെ വിളിക്കുന്ന ടൈമിൽ എന്താ വെച്ചാൽ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യില്ല, ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും, ഭയങ്കര ഫോർമലായിട്ട്. അപ്പൊ ജുൻഖാൻ നീ അങ്ങനെ ഒന്നും വിളിക്കണ്ട, നമുക്കൊരു എടാപോടാ ബന്ധം, അതല്ലേ നല്ലത്. എനിക്ക് പേഴ്സണലി ആ ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ പിന്നെ ഞാൻ വിളി നിർത്തിയിട്ടല്ല, അന്ന് മുതൽ ഇന്ന് വരെ കിട്ടിയ ചാൻസ് ഞാൻ മൊത്തം മുതലാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ജുൻഖാൻ അങ്ങനെ ജുൻഖാ എന്നുള്ള വാക്ക് മാത്രമേ ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ. എന്നിട്ട് എല്ലാരും ചോദിക്കും എനിക്ക് പിന്നെ എന്തിനാ ജുൻഖാന്ന് വിളിക്കുന്നത്, എനിക്ക് എടാ ജുനു എന്ന് വിളിച്ചാ പോരെ. പണ്ട് എന്റെ കാക്കുണ്ട്, ചെറുപ്പം മുതലേ ഞാന് കാക്കാന്നാ വിളിക്കല്. അപ്പോ ചില ടൈമിലൊക്കെ എടാ കാക്ക വിളിക്കലുണ്ട്. കാരണം നമ്മളെ ഒറ്റ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടാവില്ല എല്ലാവരും ഒരുമിച്ച് ചെറുപ്പത്തിലൊക്കെ. അപ്പൊ ഇടക്കാക്ക അപ്പൊ എല്ലാവരും ചോദിക്കലുണ്ട് ഈ ഞാൻ ഒന്നെങ്കിലും കാക്ക വിളിക്കുക അല്ലെങ്കിൽ എടാ വിളിക്കുക. അതേപോലെ തന്നെ ഞാൻ എടാ ജുൻഖാന്ന് വിളിക്കല്. അപ്പൊ എല്ലാരും ചോദിക്കും എന്തിനാ എടാ വിളിക്കുന്നത്. അത് ഞങ്ങള് തമ്മിൽ അങ്ങനെയാണ്, ഞങ്ങൾക്ക് രണ്ടാക്കും കുഴപ്പമില്ല. അപ്പൊ വേറെ ആർക്കും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. പിന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്ക് കഴിഞ്ഞ ഒരു സമയല്ലേ, ഡിഗ്രിക്കൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടുകാര് തമ്മിൽ സംസാരിച്ച് ഓക്കെ ഞങ്ങള് ഭയങ്കര ഹാപ്പി ആയില്ലേ. അത് സർപ്രൈസ് ആയിട്ട് ഏകദേശം കഴിയാനായപ്പോ തന്നെ ഏകദേശം കുറച്ച് ഫ്രീ ആയി. ഫോണൊന്നും ചെക്ക് ചെയ്യാറേ ഇല്ല, അല്ലെങ്കിൽ ഫോൺ അങ്ങനെ ചെക്ക് ചെയ്യാറൊന്നുമില്ല. എന്നാലും ചെക്ക് ചെയ്യാറില്ല, എന്നാലും എനിക്ക് ഉള്ളിൽ ഉണ്ടാവില്ല ഒരു ടെൻഷൻ ചെക്ക് ചെയ്യുക. പിന്നെ ഇവിടെ കുറച്ച് മെച്ചോർഡ് ആയ സമയത്ത്, അതായത് ഒരു 17-18 വയസ്സൊക്കെ ആയ സമയത്ത് പിന്നെ എന്റെ ചോയ്സ് എന്റെ ഇഷ്ടമാണ്. എനിക്ക് ഫോണെ സ്വന്തമായിട്ട് കിട്ടി. അപ്പൊ പിന്നെ കുറച്ച് ഫ്രീ എല്ലാം ഫ്രീ ആയി. പിന്നെ എല്ലാവർക്കും അറിയാം ഞങ്ങളെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അങ്ങനെ പിന്നെ വീട്ടുകാരായിട്ട് സംസാരിച്ചു. അത് സർപ്രൈസ് ആയിട്ടായിരുന്നു കേട്ടോ. പെട്ടെന്നൊരു ദിവസം പെട്ടെന്നൊരു ദിവസം കിട്ടിയൊരു ന്യൂസ് ആയിരുന്നു ഇങ്ങനെ സംസാരിച്ചത്. അത് ഞാൻ തുള്ളി കളിക്കരുത്. അപ്പൊ ഇവരെ വിചാരം ഇവര് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. എന്നാലും നമ്മൾ രണ്ടാളും തമ്മിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, നമുക്കറിയാം. എന്നാലും അറിയില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ നടക്കും. അങ്ങനെയായിരുന്നു ഗൈസ് ഞങ്ങളെ ലവ് സ്റ്റോറി. ഇപ്പൊ ഞങ്ങള് ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. ഇനിയാണ് ഞങ്ങളെ പ്രോഗ്രാം ഒക്കെ വരുന്നത്. അത് എല്ലാരും കുറെ പേര് ചോദിച്ച് പെണ്ണുകാണൽ കഴിഞ്ഞോ, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു പെണ്ണുകാണൽ കഴിഞ്ഞിട്ട് പെണ്ണുകാണൽ എന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടി നടന്നതാണ്. എൻഗേജ്മെന്റ് എന്നുള്ള രീതിയിലുള്ള പരിപാടി നടന്നിട്ടില്ല. അത് ജൂലൈയിലാണ് ഇൻഷാല്ലാ. അപ്പൊ ജൂലൈയിൽ എന്തായാലും അടിപൊളിയാക്കും എല്ലാരും ജൂലൈയിലാണ് പ്രോഗ്രാം വരുന്നത്. അപ്പൊ ഇതായിരുന്നു ഞങ്ങളെ ലവ് സ്റ്റോറി. ഇതിൽ കുറെ കഥകളുണ്ട് കേട്ടോ ഇതിന്റെ ഉള്ളില്. പക്ഷെ നമുക്ക് ഈ ഒരു സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കണ്ട. 2 വീഡിയോ അല്ലേ ആക്കാൻ പറ്റുള്ളൂ. 2 വീഡിയോ അല്ലേ ആക്കാൻ പറ്റുള്ളൂ, 3-4 വീഡിയോ ഒന്നും ആക്കാൻ പറ്റൂലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു എന്നുള്ളൂ ഗൈസ്. അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളെ ലവ് സ്റ്റാർട്ട് ചെയ്തതും പോയതും ഇപ്പൊ എത്തി നിൽക്കുന്നതും പോയിക്കൊണ്ടിരിക്കുന്നതും ഇങ്ങനെയാണ്. പിന്നെ വേറൊരു രീതിയിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ജുൻഖാനോട് നമ്മളെ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ യൂട്യൂബ് അഡിക്റ്റ് ചെയ്തു.
ഈ യൂട്യൂബ് ഇങ്ങനെ ഭയങ്കര കാണുന്ന ആളേനും. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആ കല്യാണം കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് രണ്ടാമത് കൂടി തുടങ്ങണം. എനിക്ക് ആ സമയത്ത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് തുടങ്ങാട്ടോ ഞാൻ വന്ന് നോക്കാം അതിന്റെ നോക്കിട്ട് നമുക്ക് തുടങ്ങാൻ പറയാം. പക്ഷെ അതിനുശേഷമാണ് നമ്മൾ ചാനൽ തുടങ്ങിയത്, ശേഷമാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതും കാര്യങ്ങളും. അപ്പൊ നമ്മള് വ്ലോഗ് ചെയ്തോണ്ടിരിക്കുക. പിന്നെ കുറെ ആൾക്കാർക്ക് സംശയമുണ്ട് ഷാമി കല്യാണം കഴിഞ്ഞാലും ചാനലിൽ ഉണ്ടാവും. അത് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ ഷാമി ചാനലിൽ പോകുമോന്ന്. ഞാനിവിടെ പോവാൻ പണി മാത്രമേ അറിയുള്ളൂ. എനിക്ക് പണി അറിയുള്ളൂ, എനിക്ക് ഇഷ്ടമുള്ള പണി. ഞാൻ ഇവിടെ പോലെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നമ്മളെല്ലാരും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പണിയാണ്, നമ്മളെല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങളെല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ കല്യാണം ഒന്നും ഇപ്പൊ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ എൻഗേജ്മെന്റ് ആണ്. കല്യാണം അപ്പൊ അടുത്തില്ല. താല്പര്യം പോലെ ആക്കാം. എന്താ പറഞ്ഞേ? തുടക്കത്തിലൊക്കെ ആയിട്ട് നമുക്ക് തുടക്കത്തിലൊക്കെ ആയിട്ട് കല്യാണം ഇത് ഏപ്രിലായി. അപ്പൊ കല്യാണം ഇപ്പൊ ഉണ്ടാവില്ല ഗൈസ്. കല്യാണം കഴിഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഞങ്ങളൊരു ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ എല്ലാരും കൂടെ എല്ലാവരുടെയും പാർട്ട്ണറായിട്ട് ഈ ഒരു ചാനലിലേക്ക് വന്നിട്ട് ഞങ്ങൾ ആ ഗ്രൂപ്പ് മൊത്തത്തിൽ ഫില്ലായി ജഗബൊക്കെ ഈ ചാലഞ്ച് ട്രിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം ഗൈസ്. അപ്പൊ ഇതാണ് ഗൈസ് ഞങ്ങളെ 8 വർഷത്തെ സംഭവബഹുലമായ ലവ് സ്റ്റോറി. ഇതിൽ കുറെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഒരു റോളർ കോസ്റ്റർ പോലെയായിരുന്നു ഗൈസ്. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ നല്ല രസമല്ലേ? ഇപ്പൊ ആലോചിക്കുന്ന സമയത്ത് നല്ല രസമായിരുന്നു, നല്ല മെമ്മറീസ് ആയിരുന്നു. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ വരും. ഞങ്ങളെ സ്റ്റുഡിയോന്റെ കാര്യങ്ങളും എല്ലാം വഴിയേ വരുന്നതായിരിക്കും. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ബൈ.